ഹായ്, ഞാൻ നിങ്ങളുടെ സിജുയാണ്. ആസ് എ ലാലേട്ടൻ ഫാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്, ഭയങ്കര ഹാപ്പി ആയിട്ട്, അല്ലെങ്കിൽ ഈ ഹാപ്പിനെസ്സിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. കാരണം നമ്മുടെ L2 എംപുരാൻ്റെ ടീസർ റിലീസിങ് ഡേ ആണ്. ഞാനിങ്ങനെ രാവിലെ തൊട്ട് 26-ാം തീയതി വൈകിട്ട് 7 ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ പോയി കണ്ട ആളുകൾക്ക് അതറിയാം, അതിൻ്റെ ഒരു രോമാഞ്ചം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും നമ്മൾ ഈ ലൂസിഫറിൻ്റെ ഓരോ സീനും യൂട്യൂബിൽ പോയി കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് ടി വിയിൽ കണ്ട എൻ്റെ മോനെ രോമാഞ്ചം എന്നൊക്കെ പറഞ്ഞാൽ നിജാതി രോമാഞ്ചമാണ്. അപ്പോൾ എമ്പുരാന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറേ ആയി. മാർച്ച് 27-ാം തീയതി തിയേറ്ററിൽ പോയിട്ട് പൊളി അങ്ങോട്ട് ഫാൻസുകാരായിട്ട് അടിച്ച് പൊളിക്കണം. കാരണം കുറേ നാളായിട്ട് നമ്മൾ ഈ ലാലേട്ടൻ്റെ ഒരു കിഡുമായിട്ട് തിയേറ്ററിൽ കിട്ടാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിനകത്തുള്ള ആ ലാലേട്ടൻ ഫാൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ പൊട്ടിച്ചാടി എന്തായാലും വരും. അപ്പോൾ നമ്മൾ കാത്തിരുന്ന ആ ഒരു എമ്പുരാൻ്റെ ടീസർ ഇങ്ങനെ റിലീസായിരിക്കുകയാണ്. ആശീർവാദിൻ്റെ വലിയ ഇവൻ്റൊക്കെ നടക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ടീസർ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ടീസർ 7 റിലീസായിട്ടും കണ്ടില്ല. കാരണം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഫസ്റ്റ് പരിപാടിയൊക്കെ പോകില്ലല്ലോ, കാണുമ്പോഴത്തേക്കുള്ള ആ ഒരു എനർജി ഉണ്ടല്ലോ, അത് പോകാൻ പാടില്ല. അതുകൊണ്ട് എന്തായാലും ഞാനത് പ്ലേ ചെയ്യാം. എമ്പുരാൻ ടീസർ. ആദ്യം ഇറാഖിലെ പരിപാടിയാണ് കാണിക്കുന്നത്. പണ്ട് നമ്മുടെ എമ്പുരാനത്ത് പറഞ്ഞ പോലെ അത് വായിച്ചില്ല. PK രാംദാസിന്റെ വോയിസ് ഉണ്ട്. ടോവിനെ കാണിക്കുന്നതിന് PK രാംദാസിന്റെ പ്രതിമയൊക്കെ, ആശീർവാദ്, ലാലേട്ടൻ്റെ ആ വെഹിക്കിള്, അത് തുരുമ്പടിച്ച് ഷെഡിനകത്ത് കിടക്കുന്ന പോലെയാണ്. ഖുറേഷിയുടെ പരിപാടി. യുദ്ധം നന്മയും തിന്മയും പഴയ ഡയലോഗ് കേട്ടോ, ലാലേട്ടൻ്റെ പഴയ നമ്മളെ ഇഫറിനകത്തുള്ള ഡയലോഗാ. എല്ലാവരുടെയും ബാക്ക് ഷോട്ടാണ് അവിടെ കാണിക്കുന്നത്. ഫുള്ള് ഇലുമിനാറ്റി, ഗോവർദ്ധൻ. നമ്മുടെ ആ ഫസ്റ്റ് ബുക്കിനകത്ത് കാണിച്ച ആ ഒരു നടി ഉണ്ടല്ലോ, അവരുടെ കാണിക്കുന്നുണ്ട്. മോനെ സീൻ ഗോവർദ്ധന്റെ ഫേസ് കാണിച്ചിട്ടുണ്ട്. ലാലേട്ടൻ്റെ റിങ് കാണിച്ചു കേട്ടോ, ലാലേട്ടൻ്റെ ബാക്ക് ഷോട്ട്. മോനെ എന്റെ മോനെ ലാലേട്ടൻ, എന്റെ പൊന്നു ഇജാതി ലുക്ക് കേട്ടാ. ഇത് ഒരു മലയാള സിനിമയുടെ ടീസറാണെന്ന് കണ്ടാ പറയത്തില്ലേ. എന്റെ മോനെ കേരളത്തിലെ ഇവിടെ പോളി. പൃഥ്വിരാജ് ഉണ്ട്. പൃഥ്വിരാജിന്റെ എന്റെ മോനെ ഇത് മലയാള സിനിമയുടെ ടീസറാ. എന്റെ അളിയാ പൊളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇജാതി പൊളി സാധനം. ഇതൊരു മലയാള സിനിമയുടെ ടീസറാണെന്ന് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ട് തോന്നുന്നില്ല. ഇത് എനിക്കത് ഈ ടീസറിനകത്ത് ഡീകോഡ് ചെയ്യാനായിട്ട് ഒത്തിരി സാധനമുണ്ട്. നമ്മുടെ ഇലുമിനാറ്റി പരിപാടി, അല്ലെങ്കിൽ ഈ ഓരോ കഥാപാത്രങ്ങൾ കാണിക്കുന്നത്. ഈ 7 ഇവർ ടീസർ വെച്ച ടൈമിന് തന്നെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് എന്തൊക്കെ പറയണമെന്ന് അറിയില്ല, കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ വേണ്ടി നിൽക്കുകയാണ്. എൻ്റെ പൃഥ്വിരാജ എന്നടാ പണി വെച്ചൊരു ഇതാണ് പണ്ടല്ലോ മലയാള സിനിമയിൽ ഇജാതി ഒരു സാധനം വരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ വെയിറ്റ് ചെയ്യുന്നത്. ഈ കാട്ടുതീ ഐറ്റം എനിക്ക് അത്ര പറയാനുള്ളൂ. മലയാള സിനിമയുടെ കാട്ടുതീ ഐറ്റം ഒരു രക്ഷയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു കിടുക സാധനം. ടീസറിനകത്ത് എന്തൊക്കെയാണ് കുറേ ബാക്ക് ഷോട്ട് ആദ്യം കാണിച്ചേക്കുന്നത്. കുറേ ആൾക്കാരുടെ കഥാപാത്രങ്ങളുടെ, മഞ്ജു വാര്യറുണ്ട്, ടോവിനോ, എനിക്കൊന്ന് സാനിയയുടെ, അങ്ങനെ കുറേ ബാക്ക് ഷോട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തെ ലാലേട്ടൻ്റെ വണ്ടി ഉണ്ടല്ലോ, പണ്ട് 666 ആ ഒരു പഴയ വണ്ടി ബ്ലാക്ക്, ആ വണ്ടി ഇപ്പോൾ ഷെഡിൽ കയറിയ അവസ്ഥയിലാണ് കാണിച്ചേക്കുന്നത്. തുരുമ്പൊക്കെ എടുത്ത പോലത്തെ ഒരു അവസ്ഥയിലാണ്.
അപ്പോൾ പാസ്റ്റും പ്രസന്റും ഉണ്ട്. അങ്ങനെയാണ് പരിപാടി. അതായത് ഖുറേഷിയുടെ പരിപാടി കാണിക്കുന്നുണ്ട്. ലാലേട്ടൻ ആ ഗണ്ണുമായിട്ട് നിൽക്കുന്ന ഒരു സീനിന്റെ മോനെ എന്താ അത്, എന്തൊക്കെയാണ് വെച്ചേക്കുന്നത്? ഒരു രക്ഷയിൽ. എന്തായാലും മാർച്ച് 27 ആവണം. കാരണം ഉണ്ടല്ലോ, തിയേറ്ററിൽ പോയിട്ടുണ്ടല്ലോ, ഇതൊന്ന് കണ്ട് പൊളിച്ച് വിസിലടിച്ച് തുള്ളി ആർമാദിച്ചങ്ങ് ഇറങ്ങണം. പഴയ ആ ഒരു ലാലേട്ടൻ ഫാൻ എന്ന് പറയുന്ന സാധനം ഇങ്ങനെ തിളച്ചിങ്ങനെ കയറുവാണ്. കാരണം എത്ര നാളായി അല്ലേ ലൂസിഫർ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ പൊളിക്കാൻ പറ്റിയ ഐറ്റത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഇങ്ങനത്തെ ഒരു സാധനം, അടി ഇടി വെടി പുക കുത്ത് എല്ലാം ഉള്ള ഒരു മാസ് സാധനം. പിന്നെ ഇത് പഴയ ഡയലോഗ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. ലൂസിഫറിന്റെ ഡയലോഗ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം എമ്പുരാൻ മൂവിയിൽ കൂടുതൽ ഡയലോഗ്സ് ഒന്നും അവർ കാണിച്ചിട്ടില്ല. ലാലേട്ടനാണെങ്കിൽ തന്നെ 2-3 ഷോട്ടിലെ കാണിച്ചിട്ടുള്ളൂ. എല്ലാവരും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മെൻഷൻ ചെയ്ത് പോയിന്നല്ലാണ്ട് വലിയ പരിപാടീസിലേക്ക് ഒരു ഗ്ലിംസ് ആയിട്ടാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. ഒരു ട്രെയിലറൊക്കെ ഇനി എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം. പൊള്ളി ഐറ്റം. എൻ്റെ മോനെ വെയിറ്റിംഗ് ആണ്. എന്തായാലും നമുക്ക് ടീസർ ഡീകോഡ് ചെയ്തുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് വേറൊരു വീഡിയോ ചെയ്യാം. എന്തൊക്കെയാണ് ഈ ടീസറിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. കാരണം കുറേ കാര്യങ്ങളുണ്ട്. ഇവർ ഈ ടീസറിനകത്ത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് പരിപാടീസ് നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ അറിയാം. അത് ഓരോന്ന് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പഠിച്ച് പറയേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് വരാം. ഒരു രക്ഷയില്ല മോനെ. നമ്മുടെ രാജാവിൻ്റെ തിരിച്ചു വരവെന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അത് അങ്ങനെ പറഞ്ഞാൽ കുറഞ്ഞു. കാരണം ഇത് കത്തിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. അതായത് സോഷ്യൽ മീഡിയയും തിയേറ്ററും ബോക്സ് ഓഫീസും എല്ലാം കൂടെ അങ്ങ് തീ പിടിപ്പിച്ച് പൊള്ളിച്ചടുക്കാനായിട്ടുള്ള വരവാണ്. അതിനകത്ത് ഒരു കോംപ്രമൈസും ഇത്തവണ കാണത്തില്ല. റെക്കോർഡെല്ലാം മലയാള സിനിമയുടെ എല്ലാ റെക്കോർഡിങ്ങിനെ ഒരു വെള്ള പേപ്പറിൽ എഴുതി വെച്ചോ, എല്ലാം പൊളിക്കും. ഒന്നൊന്നും ഇല്ലാണ്ട് എല്ലാം പൊളിച്ചടിക്ക് കൈത്തരും. മലയാള സിനിമയ്ക്ക് അഭിമാനമായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു കിണ്ണസാണ്. നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു KGF, ഒരു ബാഹുബലിയൊക്കെ വേണ്ടേ? ദേ വന്നു, ഇനി വെയിറ്റ് ചെയ്യണ്ട. ഇതാണ് ഐറ്റം എമ്പുരാൻ. മാർച്ച് 27 ഞാൻ വെയിറ്റിംഗ് ആണ്. ലാലേട്ടൻ ഫാൻസിന്റെ പവർ ഒന്ന് പൊളിച്ചടുക്കി കാണിച്ചിരിക്കും. പൊളിക്കണം നമുക്ക്.